നമസ്കാരം. മലയാളികളുടെ മാത്രമല്ല, തെക്കേ ഇന്ത്യക്കാർ മിക്കവാറും സംസ്ഥാനങ്ങളുടെ എല്ലാവരുടെയും ഒരു ആരാധനാ പുരുഷനാണ്. അതായത് അമ്മേ എന്ന് വിളിക്കുന്നതിന് പകരം അയ്യ എന്ന് വിളിക്കുന്ന ആരാധ്യപാത്രമാണ് അയ്യപ്പൻ. അവരുടെ വികാരമാണത്. അതിന് ആ ബ്രഹ്മചാരിത്വത്തിന്, ആ ചിന്മുദ്ര സമാധിയിലിരിക്കുന്ന ആ വിഗ്രഹത്തെ തൊട്ട് കളിക്കാതിരിക്കുകയല്ലേ നല്ലത്? ഈ തൊട്ട് കളിച്ചവർക്ക് ആർക്കെങ്കിലും നല്ലത് വന്നിട്ടുണ്ടോ? അതൊന്ന് ഓർത്തു നോക്കൂ. ഓരോരുത്തർക്കും അതിൻ്റെ ഫലം അനുഭവിച്ചല്ലേ ഓരോരുത്തരും മരിച്ചത്. കാരണം സ്വന്തം കൊട്ടാരവും എല്ലാ സൗഭാഗ്യങ്ങളും വിട്ട് കാനനത്തിൽ തനിച്ചിരുന്ന് തപസ് ചെയ്യുന്ന ആ ഭഗവാൻ, അദ്ദേഹത്തിന് വെറുതെ വിട്ടൂടെ? 18 മലകളുടെ നടുക്ക് പൂങ്കാവനത്തിനടുത്തായിട്ട് തപസ് ചെയ്യുന്ന അദ്ദേഹം ഒരൊന്നും ആഗ്രഹിച്ചില്ല. രാജ്യം ആഗ്രഹിച്ചില്ല. അദ്ദേഹം സ്ഥാനമോഹിയായിരുന്നില്ല. ഈവൻ ആഭരണങ്ങൾ പോലും അദ്ദേഹം ഉപേക്ഷിച്ചു. രാജകീയമായ എല്ലാ ആഡംബരങ്ങളും ഉപേക്ഷിച്ചു. എന്നിട്ടും രാജകുടുംബത്തിൻ്റെ കേണു വീഴുന്ന അപേക്ഷയുടെ മുന്നിലാണ് നമ്മൾ തിരുവാഭരണം പോലും ചാർത്തുന്നത് ഒരു ദിവസം. അദ്ദേഹത്തിന് നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാതെ ബ്രഹ്മചാരിയായ അദ്ദേഹത്തിനെ പറ്റി അനാവശ്യം പറയുന്നത്? അവിടെ ഒരു ശക്തിയുണ്ട്. ഇല്ലെങ്കിൽ ഈ ആന്ധ്രാക്കാരനും അതുപോലെ തന്നെ തമിഴിനും കർണാടകക്കാരനും ഈവൻ മഹാരാഷ്ട്രയിൽ നിന്നും ഒക്കെ ആൾക്കാരിവിടെ വന്ന് അദ്ദേഹത്തിന് സർവ്വവും സമർപ്പിക്കുകയും അദ്ദേഹത്തിന് 41 ദിവസം വ്രതം, നമ്മുടെ മലയാളികളെ പോലെയല്ല അവർ 41 ദിവസം വ്രതമെടുത്താണ് ഇവിടെ വരുന്നത്. അങ്ങനെ വരേണ്ട കാര്യമുണ്ടോ? എന്തെങ്കിലും ഒരു ശക്തി കാണാതെ അവർ വരുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കൊച്ചു കുഞ്ഞുങ്ങൾ കണ്ണുനീരോട് അയ്യനെ കാത്തുരക്ഷിക്കണേ എന്ന് വിളിക്കുന്ന അവിടെ ചെന്ന് ഒരു നിമിഷം കാണുമ്പോൾ ആ കിട്ടുന്ന നിർവൃതി, അത് വല്ലാത്തതല്ലേ? എന്നിട്ടാണോ പലരും മാളികപ്പുറത്തിനെ അദ്ദേഹം കല്യാണം കഴിച്ചുവെന്നും അദ്ദേഹത്തിൻ്റെ കാമുകിയാണെന്നും മറ്റും ചിത്രീകരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ വ്രതപ്രകാരമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഭാരതീയ ദർശനത്തിൻ്റെ ബ്രഹ്മചര്യത്തിൻ്റെ ഒരു രീതി അനുസരിച്ചായിരിക്കാം ഋതുമതികളായ സ്ത്രീകൾ, അതായത് ആ ഏജ് ലിമിറ്റിലുള്ള സ്ത്രീകൾ അവിടെ പോകരുത് എന്ന് പറയുന്നത്. നമ്മുടെ സുനിൽ ഇടയടം ഒക്കെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വ്യാഖ്യാനിച്ചെടുക്കുന്നുണ്ട്. അത് ഇടത് ബുദ്ധിജീവികൾ ചെയ്തു കൊള്ളട്ടെ. അവരുടെ ഇഷ്ടപ്രകാരം നമുക്കിവിടെ അവകാശമുണ്ടല്ലോ. എന്ത് രീതിയിലും ആരെയും വ്യാഖ്യാനിക്കാനായിട്ട് അവകാശമുണ്ടല്ലോ. ക്രിസ്തുവിൻ്റെ 6-ാം തിരുമുറിവ് അതല്ലേ കാണിക്കുന്നത്. അപ്പോൾ എന്ത് മതത്തിനെയും നമുക്ക് എങ്ങനെയും വളച്ചൊടുക്കാം. പക്ഷേ അവിടെയൊക്കെ അവർ പ്രൊട്ടക്റ്റ് ചെയ്തു. അവർ ഭയങ്കരമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുകയായിരുന്നു ചെയ്തത്. എവിടെ? യേശുവിൻ്റെ 6-ാം തിരുമുറിവും അങ്ങനെ യേശുവിനെ മഗ്ദലന മറിയവുമായിട്ട് കണക്ട് ചെയ്യുന്ന പല കഥകളും സിനിമകളായി വന്നപ്പോൾ. പക്ഷെ നമ്മളെന്തേ ഇങ്ങനെ ആവാൻ കാരണം? നമ്മൾ വെറും മാംസപിണ്ഡങ്ങളാണോ? നമുക്ക് പ്രതികരിക്കാൻ കഴിവില്ലേ? ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഹിന്ദു സമുദായത്തിൽ വരുന്നതാണ് നായന്മാർ, അതുപോലെ തന്നെ ഈഴവർഗം. അവരുടെയൊക്കെ തലപ്പത്തിരിക്കുന്നവർ എന്തുകൊണ്ടാണ് ഈ അയ്യപ്പ സംഗമത്തിനെ അനുകൂലിച്ചത്? ഒന്നും അറിയാൻ പറ്റുന്നില്ല. എന്തെങ്കിലും അവർക്ക് കാര്യസാധ്യം ഉണ്ടായിരിക്കാം അല്ലേ? അതുകൊണ്ടായിരിക്കാം. പ്രത്യേകിച്ചും നമുക്കറിയാം SNDPയുടെ തലപ്പത്തിരിക്കുന്ന ആൾ ഗുരുദേവൻ്റെ ദർശനത്തിന് നേരെ ഓപ്പോസിറ്റാണല്ലോ ചെയ്യുന്നത്. മദ്യവ്യവസായവും അതുപോലെ മൈക്രോ ഫൈനാൻസുമാണല്ലോ അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം ആരെയും നന്നാക്കുന്നില്ലല്ലോ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ NSSൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഒക്കെ അവർക്കും പ്രത്യേക ലക്ഷ്യങ്ങളുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം അവർ ഈ ഇടത് സർക്കാരിനെ സംരക്ഷിച്ചുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിനെ വാഴ്ത്തിപ്പാടിയത്. അതെന്തോ ആവട്ടെ, ഒരു കാര്യം ശ്രദ്ധിക്കുക. എല്ലാം ഉപേക്ഷിച്ച ഒരാളിന് പിന്നെ അവിടെ ഒന്നും നോക്കാനില്ല. അദ്ദേഹം തപസ്സിലിരിക്കുകയാണ്, ബ്രഹ്മചര്യത്തിൽ മുങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് 10 മടങ്ങാണ്. ആ ശക്തിയെല്ലാം ക്രോഡീകരിച്ച് സ്വന്തം ശരീരത്തിലേക്ക് അല്ലെങ്കിൽ സ്വന്തം വിഗ്രഹത്തിലേക്ക് ആവാഹിച്ചിരിക്കുന്ന ആ ശക്തിയെ തൊട്ട് കളിക്കുമ്പോൾ ചിലപ്പോൾ ചില ദൂഷ്യഫലങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരാം. അത് നമ്മളറിയാതെയും നമ്മളറിഞ്ഞും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പറ്റാം. എന്തിനു വേണ്ടിയായിരുന്നു അന്നീ കാണിച്ച കോലാഹലമൊക്കെ? അതാണോ അത്യാധുനികമായിട്ടുള്ള ആധുനികവൽക്കരണം? അതിനു വേണ്ടിയാണോ ഈ കാണുന്ന സ്ത്രീകളെയൊക്കെ പൊക്കിയെടുത്ത് ശബരിമലയിൽ കൊണ്ടുപോയത്? അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മാത്രം കണ്ണു നിറഞ്ഞത് ഞാൻ കണ്ടു. അദ്ദേഹം ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും അവിടെ പ്രസംഗിക്കുകയും ഈശ്വരാനുകൂലമായിട്ടുള്ള ശ്ലോകങ്ങൾ ഉരുടുകയും ഒക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാപവിമുക്തി അദ്ദേഹം മനസ്സറിഞ്ഞിട്ടായിരിക്കില്ല ചെയ്തത്. കാരണം അദ്ദേഹത്തിന് ചെയ്തല്ലേ പറ്റൂ.
രാജാവ് കൽപ്പിച്ചാൽ മന്ത്രിക്ക് പിന്നെ എന്ത് വില? എന്തായാലും ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഹിന്ദുക്കൾ മാത്രമല്ല എല്ലാ മതസ്ഥരും അയ്യപ്പനിൽ വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ അയ്യപ്പ, എൻ്റെ അമ്മയെ എന്ന് വിളിക്കുന്നതിന് തുല്യമാണ് എൻ്റെ അയ്യപ്പ, എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ മഹാദേവ എന്നൊക്കെയുള്ള വിളികൾ. നമ്മൾ അത്യാവശ്യം വരുമ്പോൾ, നമ്മൾ ഏറ്റവും വല്ലാത്ത ക്രൈസിസിലെത്തുമ്പോൾ അമ്മയെ വിളിക്കും അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടുകാർ എൻ്റെ അയ്യ, എൻ്റെ അയ്യപ്പ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നത്. അത് ആ വിളി അവിടെ കേൾക്കുകയും ചെയ്യും. പിന്നെ ആവശ്യമില്ലാതെ മകരവിളക്ക് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സ്വന്തം അവിടെ കത്തിച്ച് വെച്ച ആൾക്കാരെ പറ്റിച്ചത് അതൊരു മഹാ അപരാധം തന്നെയായിരുന്നു. അത് പിന്നെ ഗവൺമെൻറ് ഏറ്റെടുത്തു, KCBക്കാർ ഏറ്റെടുത്തു. അതൊക്കെ എന്തിനാ ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കാട്ടുകൂട്ടുകൾ? മകരനക്ഷത്രം ഉദിക്കുന്നുണ്ടല്ലോ അവിടെ, നമ്മൾ വിളിച്ചു വരുത്തിയിട്ടാണോ കൃഷ്ണപ്പരുന്ത് വരുന്നത്? അയ്യോ, അവിടെ കുറേ മത്സ്യമാംസാദികൾ വിതറി പരുന്തിനെ നമ്മൾ ആകർഷിക്കുകയാണ് ചെയ്യുന്നത്? അല്ലല്ലോ, ഇതെല്ലാം നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ എന്തെങ്കിലും ഉണ്ടാകില്ലേ? അദ്ദേഹത്തിൻ്റെ പൂങ്കാവനത്തിനെ ഒരിക്കലും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റരുതേ. അവിടെ മദ്യവും മദിരാക്ഷിയും ഉള്ള കളികൾ നടത്തരുതേ. അത് അയ്യപ്പൻ്റെ പാട്ടിന് അവിടെ ഇരുന്നോട്ടെ. ഒരു പാവം ഒരു സന്യാസി രൂപത്തിലൊരു ബാലകൻ അവിടെ ഇരുന്നോട്ടെ. അദ്ദേഹത്തിനെ ഉപദ്രവിക്കാതിരിക്കുക. നിങ്ങളൊന്നും വലുതായിട്ടൊന്നും ചെയ്യണ്ട, വലിയ വികസനമൊന്നും ചെയ്യണ്ട. നാടിനനുസരിച്ച് വികസനമല്ലല്ലോ അവിടെ നടത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്ന പോലത്തെ വികസനമല്ലേ നടത്തിയിരിക്കുന്നത്? ഒരു മലനിരകളിൽ എങ്ങനെയാണോ ഒരു കെട്ടിടങ്ങൾ പണിയേണ്ടത് ആ രീതിയിലാണോ പണിഞ്ഞിരിക്കുന്നത്? അവിടെ വരുന്ന അയ്യപ്പന്മാർക്ക് ഒന്ന് വിരിച്ച് കിടക്കാനായിട്ടുള്ള സൗകര്യം നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ഒന്നുമില്ല. എന്നിട്ടും അയ്യപ്പൻ്റെ പേരിൽ ആഭാസത്തനങ്ങൾ കാട്ടിക്കൂട്ടുന്നു. ഇത് അയ്യപ്പൻ കാണും കേട്ടോ. അയ്യപ്പൻ കണ്ടാൽ അതിൻ്റെ പ്രതിഫലം എങ്ങനെയാണെന്നറിയില്ല. അദ്ദേഹം ദേഷ്യക്കാരനെന്നോ അല്ലെങ്കിൽ എടുത്തു ചാടി മറ്റുള്ളവരെ ശപിക്കുകയോ ഒന്നും ചെയ്യില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ ആ ദൈവിക ശക്തിയിലുണ്ടാകുന്ന ആ ഒരു വ്രണം അത് പ്രകൃതിയിൽ പോവുകയും അതിൽ നിന്നും അതിൻ്റെ റിഫ്ലക്ഷൻ നിങ്ങളിലേക്ക് വരികയും ചെയ്യും. അതുകൊണ്ട് ഇനിയെങ്കിലും എൻ്റെ കൂട്ടുകാരെ, നിങ്ങൾ അയ്യനെതിരായിട്ടൊന്നും ചെയ്യാതിരിക്കുക. നമുക്കൊരു സംഗമവും വേണ്ട. നമുക്ക് അയ്യനോട് പ്രാർത്ഥിക്കാം. ചെയ്തതിനൊക്കെ പ്രായശ്ചിത്തം അല്ലെങ്കിൽ പശ്ചാത്തപിക്കുന്നു, രക്ഷിക്കണേ, ഞങ്ങളറിയാതെ ചെയ്തു പോയതാണേ. അദ്ദേഹം കേൾക്കും. കാരണം അയ്യൻ അങ്ങനെയാണ്. നിങ്ങൾ തൊഴുതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അയ്യൻ കേൾക്കും. അവിടെ ചെന്ന് തീർത്ഥജലം താഴെ ഒഴിക്കുകയും അതുപോലെ തന്നെ കൈകെട്ടി നിന്ന് അയ്യനെ വിസിറ്റ് ചെയ്യുകയും ചെയ്യുന്ന മന്ത്രിമാരെ നിങ്ങൾ ഓർത്തുകൊള്ളുക. നിങ്ങളുടെ ഒരു കാലത്ത് നിങ്ങളിതിൻ്റെയൊക്കെ ഫലം എങ്ങനെയെങ്കിലുമൊക്കെ അറിയില്ലേ? അങ്ങനെ ചെയ്യരുത്. എന്തിനാണ് ചെയ്യുന്നത്? പോകാതിരിക്കുന്നതല്ലേ നല്ലത്. ഇഷ്ടമില്ലാത്തിടത്ത് നമ്മൾ പോകണോ? നമ്മൾ പോകണ്ടല്ലോ. നിങ്ങൾക്ക് ഇനി നോക്കൂ, ഇതിനൊക്കെ കുടപിടിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നാളെ അവർ പറയും, ഈ ഇടതുപക്ഷം തന്നെ പറയും, സ്ത്രീകൾക്ക് നിങ്ങളുടെ കൂടെ നിസ്കരിക്കാൻ അവസരം കൊടുക്കണം, പർദ്ദയിൽ നിന്നും അവരെ ഒഴിവാക്കണം. അങ്ങനെ ഈ ഒരു നാൾ നിങ്ങളെയും അവർ ഉപദ്രവിക്കാൻ വരും. അതുകൊണ്ട് എല്ലാ ജനങ്ങളും ഒന്ന് ഓർത്തുവെക്കുക, ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ്. അടുത്തത് നിങ്ങളുടെ മതത്തിലേക്ക് അവർ കടന്നുകൂടും. നിങ്ങളുടെ മതത്തിൻ്റെ ആ തത്വങ്ങളെയും ആ മതത്തിനകത്തുള്ള ആ വിശ്വാസങ്ങളെയും ഇവർ വലിച്ചു കീറും. അതുകൊണ്ട് എല്ലാ മുസ്ലിം സഹോദരങ്ങളും കൂടി ഒന്ന് ആലോചിക്കുക, നിങ്ങളിതിനെ സപ്പോർട്ട് ചെയ്യണോ എന്ന്.